വയനാട്ടിൽ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ആവേശോജ്വലമായ ഒരു സ്വീകരണമാണ് അണികൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടേക്കാകും പോവുക. വളരെ വലിയ ഒരു ജനാവലിയാണ് അവിടെ കൂടിയിരിക്കുന്നത്. കേരളത്തിലെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ അണികളും അതുപോലെ തന്നെ നേതാക്കളും എത്തിയിരുന്നു. പോലീസിനും CSF ജവാന്മാർക്കും നിയന്ത്രിക്കാനാകാത്ത വിധം പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടമായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. അത്തരത്തിലൊരു വമ്പിച്ച ഒരു സ്വീകരണമാണ് അണികൾ കരിപ്പൂരിൽ രാഹുൽ ഗാന്ധിക്കായി ഒരുക്കി വെച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം അണികളെയെല്ലാം അഭിവാദ്യം ചെയ്ത ശേഷമാണ് മടങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് തങ്ങിയ ശേഷം നാളെയാകും അദ്ദേഹം വയനാട്ടിൽ പത്രിക സമർപ്പണത്തിനായി പോവുക. രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്നതിന്റെ ഭാഗമായി KC വേണുഗോപാലിനാണ് എല്ലാ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രചരണമായാലും പത്രിക സമർപ്പണമായാലും എല്ലാത്തിനും ചുക്കാൻ പിടിക്കുക KC വേണുഗോപാലായിരിക്കും. വേണുഗോപാലും അദ്ദേഹത്തിനൊപ്പം കരിപ്പൂരിൽ ഉണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. വളരെ ആവേശകരമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അണികൾ ഒരുക്കിയത്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രവർത്തകർ കരിപ്പൂരിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. അവിടെ നിന്നും അവർ കോഴിക്കോട്ടേക്ക് പോയി പല ഭാഗങ്ങളായി തങ്ങി നാളെ പത്രികാ സമർപ്പണത്തിന് വീണ്ടും രാഹുൽ ഗാന്ധിയോടൊപ്പം അവർ വയനാട്ടിലേക്ക് പോകും എന്ന വാർത്തയും വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ ജനപങ്കാളിത്തമാണ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വളരെ ആവേശത്തോടെയാണ് അണികൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുലും പ്രിയങ്കയും വീണ്ടും ഒരു വരവ് കൂടി കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അവർ പ്രചരണ പരിപാടികളും അതുപോലെ തന്നെ സന്ദർശനങ്ങളും നടത്തും. വലിയ ഒരു പിന്തുണയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നതോടുകൂടി കേരളത്തിൽ മുഴുവനും ഇതിൻ്റെ അലയൊലികൾ സൃഷ്ടിക്കും എന്ന വിലയിരുത്തലുകൾ നേരത്തെ വന്നിരുന്നു. അത്തരത്തിലൊരു സർവേ ഫലങ്ങളും പല ചാനലുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. വലിയ മുൻതൂക്കം UDFന് ലഭിക്കുന്ന ഒരു സാഹചര്യവും പല സർവേ ഫലങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു അനുകൂല സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. അത്തരത്തിലൊരു വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ വരവേൽക്കാൻ കരിപ്പൂരിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുൽ കരിപ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്.